കരാറിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി സൗദി അറേബ്യയാണ്. കാരണം ഇന്ന് സൗദി അറേബ്യയാണ് ഇന്ന് സംഘർഷ മേഖലയിൽ നിൽക്കുന്ന രാജ്യം. നാറ്റോയുടെ പെർമിഷൻ ഉണ്ടാകണം. അതായത് ടർക്കിക്ക് ഈ തരത്തിൽ സ്വതന്ത്രമായ ഒരു കരാറിൽ എത്തുന്നതിന് അവർക്ക് വിയോജിപ്പില്ല എങ്കിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. സൗദി അറേബ്യയുടെ ഡിക്ലെയർഡ് പോളിസി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൈനിക കരാറിലും ഒന്നും തന്നെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ സൗദി അറേബ്യൻ ന്യൂട്രൽ സ്റ്റാൻഡായിരിക്കും. അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി അംബ്രല്ല കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം GCC രാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യപ്രകാരം ആദ്യമേ തന്നെ പ്രഖ്യാപിക്കേണ്ടായി, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. നാറ്റോയുടെ താല്പര്യത്തിന് ബദലായിട്ട് ടർക്കി മൂവിയാണെങ്കിൽ നാറ്റോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അത് ടർക്കിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങൾ മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ആശങ്ക നൽകുന്ന കാര്യമാണോ? ഇത്തരത്തിൽ ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഇതിലൂടെ ഈ രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങ് ഈയൊരു വിഷയത്തിൽ കുറേയേറെ പഠനം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് നോക്കുമ്പോൾ ഇറാൻ US സൈനിക നീക്കം നടക്കുന്നു. അതിനിടയിൽ മീഡിയേഷന് വേണ്ടി പാകിസ്ഥാൻ വരുന്നു. പാകിസ്ഥാൻ കുറേയേറെ കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് നടത്തുന്നുണ്ടോ, ഒരു ഹൈഡ് ആൻഡ് സീക്ക് നടത്തുന്നുണ്ടോ എന്ന സംശയമൊക്കെ തോന്നുന്ന കുറേ സാഹചര്യം ഉണ്ടായിരുന്നു, കുറേ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയ്ക്ക് ബദലായി ഒരു അച്ചുതണ്ട് ഇവിടെ രൂപപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെയുള്ള സാധ്യതാ പഠനം നടത്തുന്നു എന്നൊക്കെയാണ് അന്നുണ്ടായിരുന്ന ഊഹാപോഹം. പക്ഷേ അതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്ന വിധത്തിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? നാറ്റോയ്ക്ക് സമാനമായി ഇത്തരത്തിലൊരു അച്ചുതണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് കരാർ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവയ്ക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി മെക്ക എഗ്രിമെൻ്റ് എന്നുള്ള തലത്തിൽ, അതിൻ്റെ പേര് ടർക്കി പാക് സൗദി അറേബ്യൻ ഡിഫൻസ് എഗ്രിമെൻ്റ് എന്നുള്ള തലത്തിലാണ് ഒരു എഗ്രിമെൻ്റ്. അതൊരു മിലിറ്ററി പാക്ട് എന്നുള്ള തലത്തിൽ വേണമെങ്കിൽ കാണാം. അതിനൊരു ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന്. പക്ഷെ അതിൻ്റെ ഒരു രൂപവും അതിൻ്റെ ശൈലിയുമൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന എഗ്രിമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ചർച്ചയിൽ നമ്മൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പാകിസ്ഥാൻ ഇറാൻ US ക്രൈസിസിനിടയിൽ പാകിസ്ഥാൻ മീഡിയേറ്ററായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ നയതന്ത്ര രംഗത്ത് പാകിസ്ഥാൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, മറിച്ച് അത് അമേരിക്കയുടെ ഏജൻ്റായിട്ട് പാകിസ്ഥാൻ വർക്ക് ചെയ്തു. കാരണം ഒരു മീഡിയേറ്ററായിട്ട് നേരത്തെ GCC രാജ്യങ്ങളിലെ ഖത്തറിനെ ഉപയോഗിച്ചിരുന്നു. അതിന് ബദലായിട്ട്, കാരണം ഖത്തർ ആൾറെഡി ഇറാൻ ബന്ധമുണ്ട്, ആക്രമിച്ച രാജ്യമായതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചു എന്ന് നമ്മൾ കണ്ടാൽ മതി. കാരണം പക്ഷേ പാകിസ്ഥാൻ ഒരു മൈലേജ് കിട്ടി ഈ വിഷയത്തിൽ. അപ്പോൾ സമാന്തരമായിട്ട് പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ ഇസ്ലാമിക ലോകത്തിൻ്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് സാമ്പത്തിക സപ്പോർട്ട് പാകിസ്ഥാന് GCC രാജ്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ഇന്ത്യയിലുള്ള പോലെ ഒരുപാട് പാകിസ്ഥാനികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പാകിസ്ഥാനിനെ ആ തരത്തിൽ ഒരു ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു ന്യൂക്ലിയർ പവർ എന്നുള്ളത്, ഇപ്പോൾ ഇസ്ലാമിക ലോകത്തിലെ ഏക ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പാകിസ്ഥാനെ പറയാം. പക്ഷേ പാകിസ്ഥാൻ ഇതിനകത്ത് ഈ കരാറ് കൊണ്ട് പാകിസ്ഥാന് വലിയ നേട്ടമുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ്റെ മേജർ ശത്രു രാജ്യമായി പാകിസ്ഥാൻ കാണുന്നത് ഇന്ത്യയാണ്. അപ്പോൾ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ ചില എഗ്രിമെൻറ്റുകളുണ്ട്. അത് ഈ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടെ സൗദി അറേബ്യ വ്യക്തമായിട്ടുള്ളൊരു പോളിസിയാണ്, ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഒരിക്കലും സൗദി അറേബ്യ ഇടപെടില്ല എന്നുള്ളതാണ്. അപ്പം ഈ എഗ്രിമെൻറ്റിൻ്റെ ഡിക്ലെയർഡ് പോളിസിയുടെ പെർവ്യൂവിൽ ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ് വരില്ല. അതുകൊണ്ട് അതേസമയം ടർക്കിയുടെ സപ്പോർട്ട് പാകിസ്ഥാന് ലഭിക്കും. ടർക്കി എന്നും ഇന്ത്യയുടെ ഒരു വിമർശകനാണ്. കഴിഞ്ഞ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ടർക്കിയുടെ സപ്പോർട്ട് പാകിസ്ഥാന് ലഭിച്ചിരുന്നു. അവരുടെ സൈനികമായും അവരുടെ ആയുധപരമായിട്ടുമുള്ള സപ്പോർട്ട് ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ ഡിഫൻസ് രംഗത്ത് അതിനെക്കുറിച്ച് ആയുധ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ടർക്കിയാണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആ തരത്തിൽ
ടർക്കിക്ക് ലഭ്യമാകും. പക്ഷേ ഇവിടെ ഈ കരാറിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി സൗദി അറേബ്യയാണ്. കാരണം ഇന്ന് സൗദി അറേബ്യയാണ് ഇന്ന് സംഘർഷ മേഖലയിൽ നിൽക്കുന്ന രാജ്യം. ഒന്ന്, ഇറാൻ GCC രാജ്യങ്ങളിലെ 6 രാജ്യങ്ങളും ഇറാൻ ആക്രമിക്കുന്നു എങ്കിലും സൗദി അറേബ്യ ഔദ്യോഗികമായി ഇറാനുമായിട്ടൊരു സംഘർഷത്തിലില്ല. അതേസമയം സൗദി അറേബ്യ ഹൂതികളുമായിട്ട് ഒഫീഷ്യൽ വാറായി, ഓൾറെഡി ഡിക്ലെയർഡ് വാറായിട്ടുണ്ട്. അപ്പോൾ ഹൂതികൾ എന്ന് പറയുന്നത് യമനിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം അവരെ കൈവശമാണ്. അവിടുത്തെ അവർ വിമതരെന്ന് പറയുമ്പോൾ അത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഇറാൻ്റെ പ്രോക്സിയാണ്, ഒഫീഷ്യലി ഇറാൻ സ്പോൺസേഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി സൗദി അറേബ്യ ഇന്ന് ഇറാനുമായി യുദ്ധത്തിലാണ്. അതുപോലെ തന്നെയാണ് സുഡാനിലും ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിൻ്റെ ബദലായിട്ടാണ് സൗദി അറേബ്യ നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അതുപോലെ ഇറാനിൻ്റെ സപ്പോർട്ടുള്ള മറ്റ് മിലീഷ്യകളോടുമൊക്കെ സൗദി അറേബ്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇൻക്ലൂഡിങ് ISISനോടും അൽ ഖ്വയ്ദയോടും ഒക്കെ സൗദി അറേബ്യ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ്. പണ്ട് മുതൽ തന്നെ ഇവർ ഈ ഷിയ സുന്നി തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഷിയ സുന്നി ഡിഫറൻസ് ഒരു ഭാഗത്ത്, മറ്റൊന്ന് റേഷ്യലായിട്ട് തന്നെ ഒന്ന് അറബി രാജ്യവും മറ്റൊന്ന് പേർഷ്യൻ രാജ്യവുമാണ്. വംശീയമായിട്ടും ഈ ഇറാനിയൻ വംശജരും സൗദി അറേബ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് അറബാണത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സുന്നി ഷിയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ചില ബെനിഫിറ്റ് കിട്ടുമെന്നല്ലാതെ ഈ കരാറ് മുന്നോട്ട് പോകുന്നതിന് ചില പരിമിതികളുണ്ട്. മറ്റൊന്ന്, 1952 മുതൽ തന്നെ ടർക്കി നാറ്റോ മെമ്പറാണ്. അതെ. അപ്പോൾ ഈ നാറ്റോ എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും അതുപോലെ അമേരിക്കയും ചേർന്നുള്ള ഒരു വലിയൊരു സൈനിക സഖ്യമാണ്. അപ്പം കോൾഡ് വാർ പീരീഡിൽ നാറ്റോ വലിയ റോൾ എടുത്തിരുന്നു. പക്ഷേ കോൾഡ് വാറിന് ശേഷം വാഴ്സാ പാക്ട് അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായെങ്കിലും നാറ്റോ ശക്തമായി തന്നെയാണ് നിലകൊണ്ടത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറാൻ ക്രൈസിസ്, ഇറാനിനെ അമേരിക്ക ആക്രമിച്ച നാറ്റോ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. യൂറോപ്യൻ യൂണിയൻ്റെ സപ്പോർട്ടും ഔദ്യോഗികമായിട്ട് അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും സുശക്തമായ ഒരു സൈനിക സഖ്യം തന്നെയാണ്. അപ്പോൾ അതിലൊരു അംഗരാജ്യം വേറൊരു പാക്റ്റിൽ, സൈനിക എഗ്രിമെൻറ്റിൽ എത്തുമ്പോൾ ചില പരിമിതികളുണ്ട്. കാരണം അത് ഒരു റീജിയണൽ എഗ്രിമെൻ്റ് ആകാം. നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളും റീജിയണലായിട്ടുള്ള എഗ്രിമെൻ്റ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു മിലിറ്ററി പാക്റ്റ് ആകുമ്പോഴത്തേക്കും ചില പരിമിതികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കരാർ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മിലിറ്ററി പാക്റ്റായി കൺവേർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നാറ്റോയുടെ സപ്പോർട്ടില്ലെങ്കിൽ, അതായത് നാറ്റോയുടെ പെർമിഷൻ ഉണ്ടാകണം. അതായത് ടർക്കിക്ക് ഈ തരത്തിൽ സ്വതന്ത്രമായ ഒരു കരാറിൽ എത്തുന്നതിന് അവർക്ക് വിയോജിപ്പില്ല എങ്കിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഫലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളൊരു വലിയൊരു സൈനികമായ ഒരു മുന്നേറ്റം നടത്താൻ പ്രാപ്തമല്ല ഈ കരാർ. പക്ഷെ അതിൽ ഒരു പരിധിവരെ സൗദി അറേബ്യയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യം എന്നുള്ള തലത്തിലല്ല അവർ പാകിസ്ഥാനെ കൂട്ടുന്നത്. മറിച്ച് പാകിസ്ഥാൻ്റെ മിലിറ്ററി ആൾറെഡി സൗദി അറേബ്യ ഉപയോഗിക്കുന്നുണ്ട്, മാൻ പവർ. കാരണം പാകിസ്ഥാന് ഒരുപാട് മാൻ പവർ കൊടുക്കാൻ കഴിയുന്ന രാജ്യമാണ് സൈനികമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഹൂതികളുടെ വിഷയത്തിലും പാകിസ്ഥാൻ സേന അതിൽ പങ്കാളികളാകേണ്ടി വരും ഈ യുദ്ധത്തിൽ. അപ്പോൾ അവിടെ പാകിസ്ഥാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വലിയ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഈ വിഷയത്തിൽ. തുർക്കിയും പാകിസ്ഥാനും നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിൽ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് തുർക്കി. ഇന്ത്യയെ എന്നും വിമർശിക്കുന്ന, ഇൻഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രാജ്യമാണ് തുർക്കി അല്ലെങ്കിൽ തുർക്കിയെ. പക്ഷേ സൗദിയും മറ്റ് GCC രാജ്യങ്ങളും എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ട്രേഡ് ബന്ധം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെ ഈ പാക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ കരാറിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡ് ഡെഫിസിറ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് 40.1 ബില്യൺ ഡോളറാണ് നമ്മുടെ. അതിൽ 30.1 ബില്യൺ ഡോളറാണ് സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഏതാണ്ട് 10 ബില്യൺ ഡോളറാണ് കയറ്റുമതികൾ. ഇനി നമ്മൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ 4.84 ബില്യനാണ് സൗദി അറേബ്യ
യും പാകിസ്ഥാൻ തമ്മിലുള്ള ട്രേഡ് റിലേഷൻ, അതായത് bilateral trade, ഓയിൽ കയറ്റുമതിയുടെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതായത് 5 ബില്യന് താഴെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് റിലേഷനിൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ 30 ബില്യന് മുകളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതിയിൽ അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ പാകിസ്ഥാൻ സൗദി അറേബ്യ കയറ്റുമതി എന്ന് പറയുന്നത് 848 മില്യനാണ്. അതായത് 1 ബില്യൺ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒരു ശത്രുപക്ഷത്തിൽ നിർത്തുന്നത് സാമ്പത്തികമായി അവർക്കൊരു ആത്മഹത്യാ പോളിസി ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സൗദി അറേബ്യയുടെ ഡിക്ലെയർഡ് പോളിസി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൈനിക കരാറിലും ഒന്നും തന്നെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ സൗദി അറേബ്യ ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സൗദി അറേബ്യയുടെ സപ്പോർട്ട് കിട്ടില്ല. മറ്റൊന്ന്, പാകിസ്ഥാൻ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ പാകിസ്ഥാൻ സൂപ്പർ പവേഴ്സിൻ്റെ പിന്തുണയുള്ള രാജ്യമാണ്. വിശേഷിച്ചും 1954 അന്ന് നാറ്റോയ്ക്ക് തുല്യമായിട്ട് അമേരിക്കയുടെ ഇനിഷ്യേറ്റീവിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളത് മനില പാക്റ്റ് എന്ന് പറയും, ഫിലിപ്പൈൻസിലും എല്ലാം അത് പ്രധാനമായിട്ടും ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ബദലായിട്ട് അത് കമ്മ്യൂണിസ്റ്റ് എക്സ്പാൻഷന് ബദലായിട്ട് ചൈനയും റഷ്യയ്ക്കും ബദലായിട്ട് വന്നൊരു സൈനിക സഖ്യമാണ്. ആ സൈനിക സഖ്യത്തിൽ പാകിസ്ഥാൻ മെമ്പറായിരുന്നു. അപ്പോൾ 1955 ബാഗ്ദാദ് പാക്റ്റ് എന്നുള്ള തലത്തിൽ അമേരിക്കൻ ഇനിഷ്യേറ്റീവിൽ സെൻറ്റോ, അതായത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അതിൽ ഇറാഖ് ഒരു പ്രധാന മെമ്പറായിരുന്നു. പിന്നീട് അത് 59 ഇറാഖിലെ ഭരണമാറ്റം റെവല്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് അത് ഡിഫക്റ്റായി. അതിലും പാകിസ്ഥാൻ അംഗമായിരുന്നു. 2015 മുതൽ അതിനു മുമ്പ് 1963 മുതൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 2015 ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും സൂപ്പർ പവർ രാജ്യമായി, വിശേഷിച്ചും ഒരു തുടക്കം മുതലേ അമേരിക്കയുമായിട്ടും മറ്റൊന്ന് ചൈനയുമായിട്ടും. അപ്പോൾ ഇതിനിടയിലാണ് നമ്മളെ സംഘർഷം. 65 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായി, 71 സംഘർഷമുണ്ടായി, കാർഗിൽ സംഘർഷമുണ്ടായി, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഈ സമയത്തൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു സൈനിക സഖ്യത്തിൽ ചേരുന്നത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമില്ല. ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തി എന്നുള്ള തലത്തിൽ ഈ മേഖലയിൽ പ്രധാന റോൾ വഹിക്കുന്നതാണ്. ഇപ്പം GCC രാജ്യങ്ങൾ നമ്മൾക്കറിയാലോ, ഇപ്പം നമ്മുടെ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏതാണ്ട് 95 ലക്ഷം ഇന്ത്യക്കാർ ഈ 6 GCC രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, 2 പ്രധാന എഗ്രിമെൻറ്റ് നമ്മൾ ഇന്ത്യയും ഈ മേഖലയുമായിട്ട് നമ്മുടെ റോൾ. ഒന്ന്, ഈ 2021 എഗ്രി ചെയ്ത ഇന്ത്യ, ഇസ്രയേൽ, UAE, USA പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ വെസ്റ്റ് ഏഷ്യൻ കോഡ് എന്ന് വേണമെങ്കിൽ പറയാം, 4 രാജ്യങ്ങൾ തമ്മിലുള്ള. അതിൽ പ്രധാനമായിട്ടും ഒരു നോൺ മിലിറ്ററി ഇഷ്യൂസാണ് അതിനകത്ത് വരുന്നത്. എനർജി സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, എക്കണോമിക് കോഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള മറ്റ് എല്ലാ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കടന്നു വരുന്നതാണ്. അത് വളരെ ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു. അതുപോലെ 2020 നമ്മുടെ G20 ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ കോറിഡോർ എന്നുള്ള തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്നും യൂറോപ്പിലേക്കുള്ള UAE, സൗദി അറേബ്യ, അതിൽ ജോർഡാനിൽ പങ്കാളിയാകും, ഇസ്രയേൽ അതിന് പങ്കാളിയാണ്, ഗ്രീസ്, അത് ഇറ്റലി, അത് പിന്നെ യൂറോപ്യൻ യൂണിയനും അതിൽ ഒഫീഷ്യലി സിഗ്നേറ്ററിയാണ്. അതായത് നമുക്ക് കടൽ വഴി കറങ്ങിയൊന്നും പോകണ്ട, കടലും കരയും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ഡയറക്റ്റ് ലൈൻ സൂയസിലൂടെ മെഡിറ്ററേനിയനിലേക്ക് നമ്മൾ കിടക്കും. നമ്മൾ ആ തരത്തിൽ വളരെ എളുപ്പം നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു, അത് യൂറോപ്യൻ യൂണിയൻ്റെ ഇറ്റലി അതിനകത്ത് പ്രധാന റോൾ എടുത്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ താല്പര്യം ഉണ്ട് അതിനകത്ത്. സൗദി അറേബ്യയും UAEയും അതിനകത്ത് പ്രധാന റോൾ വഹിക്കുന്നു. കാരണം ഈ മേഖലയിൽ സാമ്പത്തികം നമ്മൾ ഇന്ത്യ ഒരു എക്കണോമിക് സൂപ്പർ പവറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യം എന്ന തരത്തിൽ ഈ വെസ്റ്റ് ഏഷ്യൻ സമൂഹത്തിന് ഇന്ത്യയെ തഴയാൻ കഴിയില്ല, നമ്മളെ അവഗണിക്കാൻ അവർക്ക് കഴിയില്ല. മാത്രമല്ല അവരുടെ ട്രേഡ് റിലേഷൻ അവർക്ക് ഇന്ത്യക്ക് ബദലല്ല പാകിസ്ഥാൻ. അപ്പം നമ്മളതുകൊണ്ട് പാകിസ്ഥാൻ, പശ്ചിമേഷ്യയിൽ പാകിസ്ഥാൻ്റെ ഏത് റോളാണെങ്കിലും അത് ഇന്ത്യക്ക് ബദലായ റോളല്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന മാൻ പവർ പോലെയല്ല പാകിസ്ഥാൻ്റെ. അപ്പം നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഇപ്പം നമ്മുടെ UAEയോട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് ഉണ്ട്. ഒമാനുമായിട്ട് നമ്മൾ വളരെ നല്ല ബന്ധമാണ്. ഏതാണ്ട് GCC രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നമുക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ സൈനിക സഖ്യം ഭാരതത്തിനെതിരായ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള, വ്യക്തിപരമായി ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന തരത്തിൽ എനിക്ക് ഇതിനകത്ത് ഒരു തരത്തിലും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്
അമേരിക്ക GCC രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്, മിലിറ്ററി സംരക്ഷണം കൊടുക്കുന്നുണ്ട്, പെയ്ഡ് സർവീസാണത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും ഈ GCC രാജ്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഇറാൻ്റെ ഈ കടന്നുകയറ്റത്തിൽ നിന്നും എന്ന സംശയം തോന്നിയത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊരു? ഞാൻ ഈ അഗ്രിമെന്റിനെ കാണുന്നത് ട്രംപിന്റെ പരാജയമായിട്ടാണ്. ട്രംപിൻ്റെ പരാജയം. കാരണം 6 GCC രാജ്യങ്ങൾ മാത്രമല്ല, ജോർഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, ഈജിപ്തിലും ഒക്കെ ഇറാൻ ആക്രമിക്കുകയുണ്ടായി. അവർ ആക്രമിച്ചത് ആ രാജ്യങ്ങളോടുള്ള ആക്രമണം എന്നുള്ള തലത്തിലല്ല, അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ്. അതായത് അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി അംബ്രല്ല കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം GCC രാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യപ്രകാരം ആദ്യമേ തന്നെ പ്രഖ്യാപിക്കേണ്ടായി, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല, ഞങ്ങളുടെ പ്രദേശം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം പ്രഷർ ഉണ്ടായിട്ടും, ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടും ഇന്ന് വരെ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ ഔദ്യോഗികമായ യുദ്ധത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം ഇറാനിയൻ പ്രോക്സികളുമായിട്ട് സൗദി അറേബ്യ യുദ്ധത്തിലാണ്, നമ്മൾ ഹൂതികളുമായിട്ട് നിരന്തര സംഘർഷത്തിലുണ്ട്. കറക്റ്റ്. അതുപോലെ മറ്റ് ഇപ്പോൾ ഇറാഖ് ബേസ് ചെയ്തിട്ടുള്ള മിലിഷ്യ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, ഇപ്പോൾ ഈ സമാധാന കഴിഞ്ഞ വെടിനിർത്തൽ വരുന്നതിന് തൊട്ട് മുന്നേ ഇറാഖിലെ ഷിയ മിലിഷ്യ കേന്ദ്രങ്ങളിൽ സൗദി അറേബ്യയും USA ചേർന്ന് ബോംബാക്രമണം നടത്തുകയുണ്ടായി. കാരണം അത് ഹൂതികളെ പോലെ തന്നെ മറ്റൊരു പ്രോക്സിയാണ്. അപ്പം അത്തരം വിഷയങ്ങളിൽ ഇൻഡയറക്റ്റായിട്ട് സൗദി അറേബ്യ ഇറാനുമായിട്ട് യുദ്ധത്തിലാണെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നാൽ പോലും അമേരിക്ക നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ GCC രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ അമേരിക്ക പരാജയപ്പെട്ടു. മാത്രമല്ല, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് ഇറാൻ ഒരു സൂപ്പർ പവറാണെന്ന് ഞാൻ പറയില്ല ഈ മേഖലയിൽ. പക്ഷേ ഇറാന് അമേരിക്ക ഉയർത്തുന്ന ഭീതി ഇറാൻ ഒരുപാട് തകർന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇറാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇറാൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജോഗ്രഫിക്കൽ പൊസിഷനെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി. അതായത് ഹോർമൂസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് 6 GCC രാജ്യങ്ങളുടെയും ലോകത്തിൻ്റെ തന്നെ ഓയിൽ മാർക്കറ്റിൻ്റെ ഏതാണ്ട് 20% മൂവ് ചെയ്യുന്ന ഒരു പ്രദേശത്തെ ബ്ലോക്ക് ചെയ്ത്, അങ്ങനെ ഈ ജോഗ്രഫിയെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ളൊരു അഡ്വാൻറ്റേജിനെ ആയുധമാക്കി മാറ്റി. അതിലൂടെയാണ് ഈ ഇറാൻ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. നമ്മളെ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബിട്ട് സൂപ്പർ പവറായി മാറിയതുപോലെ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ആറ്റം ബോംബിലൂടെ ആണെങ്കിൽ, ഇറാൻ എന്ന രാജ്യം ഇന്ന് വെസ്റ്റ് ഏഷ്യയിൽ പിടിച്ചു നിൽക്കുന്നത് ഹോർമൂസിലൂടെയാണ്. മറ്റൊന്ന്, അവർ ഹൂതികളിലൂടെ റെഡ് സീയിലും അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം നിലവിൽ ഹൂതികൾ ഇസ്രയേലിൻ്റെയും സൗദി അറേബ്യയുടെയും കപ്പലുകൾക്ക് നിരോധനം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൂതികൾ ഈ ചെങ്കടലിലൂടെ മൂവ് ചെയ്യുന്നതിന്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ അമേരിക്ക നമ്മൾ വിചാരിച്ചതുപോലെ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം സാമ്പത്തികമായി വലിയൊരു ഉപരോധം. അത് ഈ പറഞ്ഞതുപോലെയുള്ള അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്ന സുയസ് വഴിയുള്ള റെഡ് സീയിലൂടെ മൂവ്മെൻ്റ് ആണെങ്കിലും, അതോടൊപ്പം തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന്, പേർഷ്യൻ മേഖലയിൽ നിന്ന് ഉള്ള മൂവ്മെൻറ്റും. ഈ രണ്ടും തടയാൻ ഇറാന് കഴിയുന്ന ആ ഒരു സ്ട്രാറ്റജിക്കൽ പൊസിഷനുണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജിലാണ് അമേരിക്ക ഇപ്പോഴും പരാജയപ്പെട്ടത്. നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ അമേരിക്കയ്ക്ക് വിജയം നേടാൻ കഴിയാതെ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ തണലിൽ 100% സെക്യൂരിറ്റി നാളെ ഗ്യാരണ്ടീഡ് അല്ല. കാരണം ഈ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷം ഇവരുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി സ്വാധീനിക്കും. അപ്പം ഇറാനെ ഒരു പെർമനൻ്റ് ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹോർമൂസിൽ നിരന്തരം സംഘർഷം ഉണ്ടാകുമ്പോൾ ഇറാൻ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന രാജ്യമാണ്. കഴിഞ്ഞ 46-47 വർഷമായിട്ട് ഉപരോധം നേരിടുന്ന രാജ്യമാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് GCC രാജ്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഇറാൻ്റെ ലക്ഷ്യമായിരിക്കാം. പക്ഷേ ആ ഒരു ട്രാപ്പിൽ വീഴാൻ GCC രാജ്യങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ ഇവരൊക്കെ ഒരു സേഫ് ഹെവൻ, GCC എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബിസിനസ്സുകാർക്ക് വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് അവർ ഒരുക്കുന്നത്. അപ്പോൾ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഒരു സേഫ് ഹേവനായി തുടർന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ഇറാൻ്റെ മിസൈലുകൾ പതിക്കുന്നു, അമേരിക്കയുടെ ബേസുകൾ ആക്രമിക്കപ്പെടുന്നു. നോ മോർ എ സേഫ്
പ്ലേസ് എന്ന ഒരു ചിന്ത അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവിടുത്തെ സ്വസ്ഥ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ അവരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്ക അവരിലേക്ക് എത്തിച്ചെന്ന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാലോ, അവരുടെ ഇപ്പം ടൂറിസം ഉൾപ്പെടെയുള്ള മേഖല കംപ്ലീറ്റ് തകർന്നു കഴിഞ്ഞെന്ന് പറയുന്നത്. നമുക്ക് ആ തരത്തിൽ നമുക്കറിയാമല്ലോ, സമാധാനമില്ലാത്തൊരു മേഖലയിൽ ഒരിക്കലും ഉണ്ടെങ്കിലേ ടൂറിസം വരുള്ളൂ. സമാധാനം ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പം സമാധാനം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ടൂറിസ്റ്റുകൾ വരില്ല. ഇപ്പം ഇന്ന് നമ്മൾ പശ്ചിമേഷ്യ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യക്കാർ, വിശേഷിച്ചും കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് വരെ അത് വ്യാപിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ. അപ്പോൾ അത് നമ്മൾക്കൊക്കെ ഒരു സേഫ് ഹെവൻ ആയിരുന്നു പശ്ചിമേഷ്യ. പക്ഷേ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം ഇതൊരു സമാധാന മേഖല അല്ലാതെയായി മാറും. കാരണം ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഇറാനിൽ ഒരു ജനാധിപത്യ ക്രമമോ അല്ലെങ്കിൽ ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള അറബി രാജ്യങ്ങളുമായിട്ട് സമാധാനത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ മാറാതിരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ പ്രശ്നം കണ്ടിന്യൂ ചെയ്യും. അതായത് ഇറാൻ സമാധാനത്തിലേക്ക് പോകണം, അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാകണം, അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാകണം. അത് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ തന്നെ സ്റ്റെബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകമായി മാറും, അല്ലേ? നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം പ്രധാനമായിട്ടും പാലസ്റ്റീൻ ഇസ്രയേൽ മേഖല എന്നുള്ള സംഘർഷത്തിലായിരുന്നെങ്കിൽ അതിൻ്റെ വ്യാപ്തി ഇന്ന് വലുതായി അത് ഇറാനിലേക്ക് വന്നതോടെ. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മൾ ഹോർമൂസ് മുതൽ സുയസ് വരെ ഒരുപോലെ സംഘർഷ മേഖലയായിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിൻ്റെ സാമ്പത്തിക നഷ്ടം, ഉദാഹരണത്തിന് സുയസ് കനാലിൽ ഈ സംഘർഷ മേഖലയാകുമ്പോൾ നമ്മൾ റെഡ് സീയിൽ സംഘർഷം ഉണ്ടാകിയ കാലഘട്ടം അത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈജിപ്തിന് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഓരോ ഷിപ്പ് കടന്നു പോകുമ്പോഴും അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടല്ലോ നേട്ടം, അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സംഘർഷ മേഖലയിലൂടെ സിവിലിയൻ കപ്പലുകൾ, വ്യാപാര ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കപ്പലുകൾ പോകില്ല. കാരണം ഇൻഷുറൻസ് കമ്പനികൾ അത് സപ്പോർട്ട് കൊടുക്കില്ല. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ, അതായത് നമ്മുടെ ആദ്യകാലത്ത് ഈ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്ന റൂട്ട് യൂറോപ്പിൽ നിന്ന് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി അതാണ് ഇപ്പോൾ നമ്മുടെ പല കപ്പലുകളും വരുന്നത്. കാരണം ഇൻഷുറൻസ് കമ്പനികൾ സംഘർഷ മേഖലയിലൂടെ സിവിലിയൻ ഷിപ്പുകളെ മൂവ് ചെയ്യാൻ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ അതിന് ആ തരത്തിലുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആഗോളതലത്തിലുള്ള വ്യാപാരത്തിൽ, പക്ഷേ യൂറോപ്യൻ ഏഷ്യയുമായിട്ടുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇത് കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അത് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഇറാൻ്റെ കഴിവ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഘർഷത്തിൽ ഇറാൻ ഇന്നും പിടിച്ചു നിൽക്കുന്നത്, ഇറാൻ്റെ മതനേതൃത്വം പിടിച്ചു നിൽക്കുന്നതിന് ഒരു പ്രധാന കാരണം ഈ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്. ഹോർമൂസ് അവർക്കൊരു ആയുധമാണ്. കറക്റ്റ്. അപ്പം അത് ആയുധമാകുന്നത് കേവലം ഒരു ബൈലാറ്ററൽ ട്രേഡ് അല്ല, ലോകത്തെ മുഴുവനും ബാധിക്കുന്ന തരത്തിലെ എണ്ണ കമ്പോളത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഹോർമൂസിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഹോർമൂസ് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ GCC രാജ്യങ്ങളെല്ലാവരും ഒരുപോലെ ബാധിക്കും. അല്ല, ഒമാനും ഒരു പരിധിവരെ സൗദി അറേബ്യയ്ക്കും മറ്റ് വഴികളുണ്ട്. ഇപ്പോൾ ഒമാനിന് ഈ ഹോർമൂസിൽ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് അവർ വ്യാപാര ബന്ധങ്ങൾ തുടരാം. അതായത് പുറത്തേക്കും അവർക്ക്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ച് റെഡ് സീയിലൂടെയുള്ള മൂവ്മെൻ്റ് ഉണ്ടല്ലോ. പക്ഷേ അവിടെ ഇപ്പോൾ ഹൂതികളിൽ ബ്ലോക്കേഡ് വന്നതോടെ സൗദി അറേബ്യക്ക് അവിടെയും പ്രശ്നമാണ്. ഇപ്പോൾ ഹോർമൂസ് പോലെ സൗദി അറേബ്യക്ക് ഇന്ന് റെഡ് സീയും പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ സുയസിലൂടെ മുന്നോട്ട് പോകുന്നതിന്, പടിഞ്ഞാറേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സൗദി അറേബ്യക്ക് റെഡ് സീയിലൂടെ അതായത് ഇന്ത്യയിലേക്ക് വരുന്നതിന് പരിമിതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സൗദി അറേബ്യയും ബാധിച്ചിട്ടുണ്ട് ഈ തരത്തിൽ. അപ്പം 6 GCC രാജ്യങ്ങളുടെയും സാമ്പത്തിക തകർച്ച വളരെ ഗുരുതരമാണ്. ഇപ്പം പുതിയ തൊഴിലവസരങ്ങൾ അവിടെ വരാൻ സാധ്യത കുറവാണ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ വരാൻ സാധ്യത കുറവാണ്. അതിൽ ഏറ്റവും കൂടുതൽ തകർച്ച നേരിടുന്നത് UAE-യിലെ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടൂറിസം, അതുപോലെയുള്ള ഇതുണ്ടല്ലോ, നമ്മൾ പ്രധാന വ്യാപാര, നമുക്ക് ദുബായ് ഫെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ആകർഷിക്കുന്ന തരത്തിലുള്ള അത് ഫെസ്റ്റുകളും ഫെയറുകളും ഇപ്പോൾ എനിക്കൊന്ന് നടക്കാം. പക്ഷെ നടക്കുമെങ്കിലും അത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വലിയ വിജയത്തിലേക്ക് അത് പോകില്ല. ഇപ്പം ഹോട്ടൽ വ്യവസായം ഏറ്റവും വലിയ തകർച്ച നേരിടുന്നത്, സംഘർഷ മേഖലയിൽ ഏറ്റവും കൂടുതൽ തകർച്ച നേരിടുന്നത് ഈ നമ്മൾ ഈ വെൽനസ് ഇൻഡസ്ട്രീസിലാണ് ഇതൊക്കെ പെടുക. ടൂറിസ്റ്റ്, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ലക്ഷക്കണക്കിന് ടാക്സികൾ ഉണ്ടാവാം, അതുപോലെ ഹോട്ടൽ വ്യവസായം. അപ്പോൾ ആ തരത്തിലുള്ള സാമ്പത്തിക
അവിടെ ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വലിയൊരു മേളയാണ്, ഒരു വ്യാപാര മേളയായി തന്നെയാണ് വന്നിട്ടുള്ളത്, അഡ്രസ്സ് നേടിയതെന്നാണ്. അതുപോലെ തന്നെ അവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന ട്രേഡ് ഫെയറുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫെയറുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് വർഷത്തിലുടനീളം ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലോ തടസ്സപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് ബാധിക്കുന്ന കാരണം ഖത്തറും അതുപോലെ UAE ഒക്കെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഹോസ്റ്റ് ചെയ്ത രാജ്യമെന്നുള്ള തരത്തിൽ ഖത്തറൊക്കെ ആ തരത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. സൗദി അറേബ്യ റിലീജിയസ് ടൂറിസത്തിൽ പിടിച്ചു നിൽക്കും ഒരു പരിധി വരെ. പക്ഷേ UAE സംബന്ധിച്ച് വലിയ സാമ്പത്തിക തകർച്ച ആ തരത്തിലുണ്ടാവും. അപ്പം അതിൻ്റെ നഷ്ടം നമ്മളെ പോലെയുള്ള കേരളത്തിൻ്റെ തന്നെ സാമ്പത്തിക നട്ടലിലായി മാറിയ അപ്പോൾ ആ തരത്തിൽ അത് തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷേ അതുകൊണ്ട് ഈ നമ്മൾ ഇന്ന് നടക്കുന്ന ഗൾഫിലെ സംഘർഷവുമായിട്ട് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ടർക്കി ഈ ഡിഫൻസ് എഗ്രിമെൻറ്റ് ഇനി കാര്യമായ ബന്ധമൊന്നും ഉണ്ടാകില്ല. അത് ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കിക്ക് സ്വതന്ത്രമായ ഒരു സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് ചില പരിമിതികളുണ്ട്. നാറ്റോയുടെ താല്പര്യത്തിന് ബദലായിട്ട് ടർക്കി മൂവിയാണെങ്കിൽ നാറ്റോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അത് ടർക്കിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, നാറ്റോയുടെ സപ്പോർട്ട്. ഇതൊരു ഒരുപാട് ഒരു സങ്കീർണ്ണ വേണ്ടിയെങ്കിലും അമേരിക്കയെയും ഇന്ത്യയൊക്കെ ഒന്ന് ആശങ്കപ്പെടുത്താനുള്ള ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നില്ല. കാരണം ഇതിൽ ഇന്ത്യ ആശങ്കപ്പെടും. കാരണം ഞാൻ അതാണ് സൂചിപ്പിച്ചത്, പാകിസ്ഥാൻ തുടക്കം മുതലേ തന്നെ സൂപ്പർ പവറുമായിട്ട് മിലിറ്ററി പാക്റ്റിലെ എഗ്രിമെന്റ്, അതായത് സീറ്റോയും സെന്റോയും ഞാൻ സൂചിപ്പിച്ച എഗ്രിമെന്റാണ്. ചൈനയുമായിട്ടും എഗ്രിമെന്റ് ഉള്ള രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ചൈനയുടെയും ടർക്കിയുടെയും ഒക്കെ ആയുധമാണ് നമ്മളോട് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ F-16 ഉൾപ്പെടെയുള്ള സംവിധാനം അവർക്കുണ്ട്, അമേരിക്ക കൊടുത്തിട്ടുള്ള. അപ്പോൾ ആ തരത്തിൽ പാകിസ്ഥാനിൻ്റെ എല്ലാ കാലത്തും സൂപ്പർ പവർ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് ഒരാശങ്കയുമില്ല. മാത്രമല്ല ട്രേഡ് റിലേഷനെയും ഇന്ത്യയെ ബാധിക്കില്ല. കാരണം പാകിസ്ഥാൻ ഇതിനകത്ത് ഒരു മൈനർ രാജ്യം എന്ന തരത്തിൽ ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ഒരു ഗൾഫ് രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ മാനവ വിഭവശേഷിയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയുണ്ട്. അതുപോലെ തിരിച്ചും സൗദി അറേബ്യയും നമ്മൾ തമ്മിൽ മിലിറ്ററി എക്സസൈസ് നടക്കുന്നുണ്ട്. മറ്റ് ഒരുപാട് സൈനികമായും സാമ്പത്തികമായിട്ടുമൊക്കെ വളരെ അടുത്ത ബന്ധം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഇന്ത്യക്കെതിരായ ഒരു നയം സ്വീകരിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ വലിയ ആശങ്കപ്പെടേണ്ട ആവശ്യവുമില്ല. തീർച്ചയായിട്ടും. എന്തായാലും പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും പങ്കാളികളായിട്ടുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സൗദിയുമായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായ ട്രേഡ് റിലേഷൻസ് യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകും. മറ്റേതെങ്കിലും ഒക്കെ തന്നെ തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി സ്പർദ്ധയിൽ വന്നാൽ പോലും അതിൽ ഇടപെടില്ല സൗദി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചരിത്രം പറയുന്നത്, രേഖകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഉടമ്പടികളും നിലവിലുണ്ട്. തുർക്കി ഇതിനു മുൻപും ഇന്ത്യയെ കൊഞ്ഞനം കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഭീഷണി സ്വരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ കുലുങ്ങാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പാകിസ്ഥാൻ പല രീതിയിൽ നമ്മെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ കരുത്ത് ഇവിടെ പ്രകടമായിട്ടുണ്ട്. ഇത് വെറുതെ അമേരിക്കയെ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്നോണം മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിൽ എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് പോലും ഇപ്പോൾ സംശയം തന്നെയാണ്. ഇത് ഏത് തരത്തിൽ ആരെ സഹായിക്കും എന്ന് പോലും ഇപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഒന്നുറപ്പ്, ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.